Hi, welcome all to Entry Technical YouTube channel. So, SSC Junior Engineer 2023 ഫൈനൽ റിസൾട്ട് SSCയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സെഷനിൽ SSC ജൂനിയർ എഞ്ചിനീയർ 2023യുടെ ഫൈനൽ കട്ട് ഓഫുമായി റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാ വർഷവും സെൻട്രൽ ഗവൺമെന്റ് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു എക്സാം അല്ലേ. അപ്പോൾ ഒരു എക്സാമിന് നമുക്ക് 2024 ഓൾറെഡി നോട്ടിഫിക്കേഷൻ ഡേറ്റ് എക്സാം CBT-1 എക്സാം ഡേറ്റ് ഒക്കെ ഓൾറെഡി SSC കലണ്ടറിൽ പബ്ലിഷ് ആണ്. അപ്പോൾ ആ ഒരു എക്സാമിന്റെ പ്രിപ്പറേഷനിലേക്ക് കടന്നിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ SSC JEE 2023 നടന്ന എക്സാമിന്റെ ഫൈനൽ റിസൾട്ട് വന്നു. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റിലേക്ക്, നമുക്കറിയാം സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിഫറെന്റ് പോസ്റ്റിലേക്കാണ് ഈ ഒരു എക്സാം വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ പോസ്റ്റിലേക്കുമുള്ള കട്ട് ഓഫ് മാർക്ക് പേപ്പർ 1ഉം പേപ്പർ 2ഉം കൂടെ കമ്പൈൻ ചെയ്തുള്ള കട്ട് ഓഫ് മാർക്ക് എത്രയാണ് ഓരോ പോസ്റ്റിലേക്കും 2023 വന്നിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ബേസിക് ഐഡിയ നമ്മൾ നമ്മുടെ 2024 പ്രിപ്പറേഷൻ സ്റ്റേജിൽ അതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടാക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ആ ഒരു 2023 ഇപ്പോൾ SSCയുടെ വെബ്സൈറ്റിൽ റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഫൈനൽ കട്ട് ഓഫ് മാർക്കിനെ ബേസ് ചെയ്തുള്ള ഡിഫറെന്റ് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കലിനെ ബേസ് ചെയ്തുള്ള ഒരു സെഷൻ തന്നെയാണ് ഇന്ന് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ വൺസ് അഗൈൻ ഐ വെൽക്കം യു ഓൾ ടു ദ സെഷൻ. സോ നമുക്കറിയാം SSC ജൂനിയർ എഞ്ചിനീയർ 2023 എന്ന് പറയുന്ന എക്സാമിന്റെ പേപ്പർ 1 നമുക്കറിയാം അതൊരു 2 ടയർ എക്സാം ആണ്. CBT-1 നമുക്കറിയാം CBT-1 അറൌണ്ട് 200 മാർക്സ് ആണ് വരുന്നത്. അവിടെ നോൺ ടെക്നിക്കൽ പ്ലസ് ടെക്നിക്കൽ കണ്ടന്റ് ഉണ്ട്. അതേപോലെ തന്നെ CBT-2 നമുക്ക് 300 മാർക്സിനാണുള്ളത് അല്ലെ. കാരണം 2023 ആ ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നമ്മൾ കണ്ടത്. കാരണം 2023 മുന്നേ വരെ SSC ജൂനിയർ എഞ്ചിനീയറിന്റെ ടയർ 2 എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റീവ് എക്സാം ആയിരുന്നു. പക്ഷെ 2023 അതൊരു ഒബ്ജക്റ്റീവ് എക്സാമിലേക്ക് മാറ്റി. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കുറച്ചും കൂടെ കൂടുതലാണ്. അപ്പോൾ 2023 പേപ്പർ 1 CBT-1 റിസൾട്ട് പബ്ലിഷ് ചെയ്തത് നവംബർ 17 2023 നവംബർ 17 പേപ്പർ 1 റിസൾട്ട് പബ്ലിഷ് ചെയ്തത്. ദെൻ ഡിസംബർ 2023 ഡിസംബർ 4 തന്നെ പേപ്പർ 2 SSC JEE CBT-2 എക്സാം കണ്ടക്ട് ചെയ്തു. സോ ഈ പേപ്പർ 1ഉം പേപ്പർ 2 കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഫൈനൽ കട്ട് ഓഫ് മാർക്കാണ് SSCയുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ടോട്ടൽ 1374 കാൻഡിഡേറ്റ്സ് ഹാവ് ബീൻ പ്രൊവിഷണലി ഷോർട്ട് ലിസ്റ്റഡ് ഫോർ ദ ഫർദർ സെലക്ഷൻ പ്രോസസ് ആസ് ഫോളോസ്. അപ്പോൾ ടോട്ടൽ നമ്മുടെ 2023 SSC ജൂനിയർ എഞ്ചിനീയർ 2023 എന്ന് പറയുന്ന എക്സാമിൽ നിന്ന് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഈ 3 ബ്രാഞ്ചുകളിൽ നിന്നുമായി ഏകദേശം 1374 കാൻഡിഡേറ്റ്സിനെയാണ് അടുത്ത പ്രോസസ്സിലേക്ക് സെലക്ഷന് വേണ്ടിയിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ വന്ന ഫൈനൽ റിസൾട്ടിൽ നിന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കാറ്റഗറി വൈസ് തന്നെ അവരത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. EWS ഏകദേശം 129 വേക്കൻസി ഉണ്ടായിരുന്നു. 129 കാൻഡിഡേറ്റ്സ് അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. SC അറൌണ്ട് 210, ST 98, OBC 298, ജനറൽ കാറ്റഗറിയിൽ നിന്ന് 639. അങ്ങനെ ടോട്ടൽ 1374 കാൻഡിഡേറ്റ്സിനെയാണ് അടുത്ത സ്റ്റേജിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സ്റ്റേജിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് 2023 റിസൾട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്രയും ഹ്യൂജ് നമ്പർ ഓഫ് വേക്കൻസീസ് ആയിരുന്നു 2023 വന്നത്. ഇത് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതിൽ നമുക്കിനി ഓരോ പോസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് SSC ജൂനിയർ എഞ്ചിനീയറിലേക്ക് എക്സാം വിളിക്കുമ്പോൾ ഇപ്പോൾ 2024 നമുക്കറിയാം ഫെബ്രുവരി എൻഡോട് കൂടിയാണ് നമ്മുടെ SSC ജൂനിയർ എഞ്ചിനീയർ 2024 നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുന്നതെന്നുള്ള ഓൾറെഡി കലണ്ടറിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കറിയാം ഇങ്ങനെ പല പോസ്റ്റുകളിലേക്കാണ് വിളിക്കുന്നത്. ഇപ്പോൾ സിവിലുകാർക്ക് നോക്കുവാണെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ സിവിൽ BRO, അതേപോലെ ജൂനിയർ എഞ്ചിനീയർ സിവിൽ CPW, ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഫോക്കസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് സെൻട്രൽ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് ജൂനിയർ എഞ്ചിനീയർ സിവിൽ. അപ്പോൾ അതേപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ സിവിൽ സെൻട്രൽ വാട്ടർ കമ്മീഷൻ, ജൂനിയർ എഞ്ചിനീയർ സിവിൽ മിനിസ്ട്രി ഓഫ് ജലശക്തി, അതേപോലെ ജൂനിയർ എഞ്ചിനീയർ സിവിൽ ഫരാക് ബെറൈ പ്രോജക്ട്, ജൂനിയർ എഞ്ചിനീയർ സിവിൽ MES മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസസ്, അതേപോലെ മിനിസ്ട്രി ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ്, ഇങ്ങനെ പല പോസ്റ്റുകളിലേക്കാണ് നമുക്ക് SSC ജൂനിയർ എഞ്ചിനീയർ വിളിക്കുന്നത്. അതേപോലെ മെക്കാനിക്കലിനും ഇലക്ട്രിക്കലിനും അതേ ഡിഫറെന്റ് പോസ്റ്റിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതില് നമുക്ക് ആദ്യം കാറ്റഗറി വൈസ് ബ്രേക്കപ്പ് ഒന്ന് നോക്കാം കാൻഡിഡേറ്റ്സിന്റെ. അതായത് ഡിഫറെന്റ് കാറ്റഗറി ബേസ് ചെയ്ത് ലാസ്റ്റ് കാൻഡിഡേറ്റിന്റെ മാർക്കാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത് അത് തന്നെയാണ് നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് കോഡ് B എന്ന് പറഞ്ഞാൽ B ഓൾറെഡി
ജൂനിയർ എഞ്ചിനീയർ സിവിൽ BRO ബോർഡർ റോഡ് ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ ജൂനിയർ എഞ്ചിനീയർ സിവിൽ BRO ബോർഡർ റോഡ് ഓഫ് ഓർഗനൈസേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതിനകത്ത് EWS കാറ്റഗറി 43 വേക്കൻസിയാണ് ഫില്ല് ചെയ്തത്. ടോട്ടൽ മാർക്ക് 319 വരെ, നമുക്ക് റൗണ്ട് ചെയ്ത് 320 എടുക്കാം അല്ലെ. അതായത് ടോട്ടൽ മാർക്സ് മീൻസ് പേപ്പർ 1ഉം 2ഉം കൂടെ കമ്പൈൻ ചെയ്ത്, പേപ്പർ 1 നമുക്കറിയാം 200 മാർക്സ്, പേപ്പർ 2 നമുക്കറിയാം 300 മാർക്സ്, അങ്ങനെ ടോട്ടൽ 500 മാർക്സ് ആണ് നമുക്ക് പേപ്പർ 1ഉം 2 കൂടെ കമ്പൈൻ ചെയ്ത് വരുന്നത്. ആ 500 മാർക്കിൽ 319.9, അതായത് ഏകദേശം 320 മാർക്കാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ലാസ്റ്റ് കാൻഡിഡേറ്റ് മാർക്ക്. ഡീറ്റെയിൽസ് ഓഫ് ലാസ്റ്റ് സെലക്ടഡ് കാൻഡിഡേറ്റ് ആണ്. അതായത് കട്ട് ഓഫ് എന്ന് പറയുന്നത് 320 ആണ്. ഏതാണ്? ബോർഡർ റോഡ് ഓഫ് ഓർഗനൈസേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ജൂനിയർ എഞ്ചിനീയർ സിവിലിന്റെ EWS കാറ്റഗറിയിൽ. പക്ഷെ ആ ഉദ്യോഗാർത്ഥിക്ക് പേപ്പർ 2ന് കിട്ടിയ മാർക്കാണ് 203. അതായത് നമുക്ക് പേപ്പർ 2 എന്ന് പറയുന്നത് നമുക്കറിയാം 300 മാർക്സിനായിരുന്നു. അപ്പൊ അതിൽ 203 ആണ് വന്നത്. ടോട്ടൽ CBT1 CBT2 കമ്പൈൻ ചെയ്ത് അറൌണ്ട് 320 മാർക്സ് ആണ്. ഓക്കെ. അതേപോലെ SC കാറ്റഗറി ആയപ്പോൾ 293 വന്നു. അതേപോലെ ST 290. നമുക്ക് ജനറലിന്റെ ഒന്ന് നോക്കാം. ജനറൽ കാറ്റഗറി കണ്ടോ 325 ആണ് ടോട്ടൽ മാർക്സ്. 500 മാർക്സിൽ 325 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നത് BRO ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ജൂനിയർ സിവിൽ പോസ്റ്റ്. ആ കാൻഡിഡേറ്റിന് പേപ്പർ 2ന് ലഭിച്ച മാർക്ക് 206 ആയിരുന്നു. അപ്പൊ ആ ഒരു കട്ട് ഓഫ്, അത്രയും മാർക്കാണ് നമുക്ക് BRO എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നത്. അതേപോലെ ഡിപ്പാർട്ട്മെന്റ് കോഡ് D എന്ന് ഉദ്ദേശിക്കുന്നത് ജൂനിയർ എഞ്ചിനീയർ സിവിൽ സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ മെയിൻ ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് CPWD അല്ലെ. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ നോക്കുവാണെങ്കിൽ കണ്ടോ, ജനറൽ കാറ്റഗറി ഹൈ കോമ്പറ്റീഷൻ ആണ്. ഏറ്റവും കൂടുതൽ വേക്കൻസി ഫില്ല് ചെയ്തിരിക്കുന്നത് അവിടെ തന്നെയാണ്. അറൌണ്ട് 194 ജനറൽ കാൻഡിഡേറ്റ്സുകൾ ജനറൽ കാറ്റഗറിയിൽ 194 വേക്കൻസി അവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. കട്ട് ഓഫ് ശ്രദ്ധിക്കുക. ടോട്ടൽ കട്ട് ഓഫ് ലാസ്റ്റ് കാൻഡിഡേറ്റ് സ്കോർ ചെയ്ത് 346.7, അതായത് 347 മാർക്സ് ആണ്. 500-ല് 347 ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അത് പേപ്പർ 2ന് സ്കോർ ചെയ്ത മാർക്ക് 225 ആണ്. പേപ്പർ 2 നമുക്കറിയാം 300 മാർക്കിന് കംപ്ലീറ്റ് ഒബ്ജക്റ്റീവ് എക്സാം ആണ്. ഒരു ചോദ്യത്തിന് 3 മാർക്ക് എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ പേപ്പർ 2 SSC ജൂനിയർ എഞ്ചിനീയറിന്റെ പേപ്പർ 2ന്റെ മാർക്ക് പോകുന്നത് നമുക്കറിയാം. അപ്പൊ അതില് 225 ആണ് ലാസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ആയ കാൻഡിഡേറ്റിന്റെ മാർക്ക് എന്നുള്ളത്. അപ്പോൾ നമുക്ക് CPW ഡിപ്പാർട്ട്മെന്റിലേക്ക് അറൌണ്ട് 346 ആണ് ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് ഔട്ട് ഓഫ് 500. അതേപോലെ OBC ആകുമ്പോൾ അത് 339 ആയിട്ടുണ്ട്. അതേപോലെ ST 313. അപ്പൊ ഏകദേശം എബവ് 300 എബവ് തന്നെ ഓരോ കാറ്റഗറിക്കും അവിടെ ഒരു കട്ട് ഓഫ് വന്നിട്ടുണ്ട് സിവിൽ എഞ്ചിനീയറിംഗിന്റെ കേസിൽ. ഓക്കെ. അതേപോലെ F എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കോഡ് വരുന്നത് ജൂനിയർ എഞ്ചിനീയർ സിവിൽ സെൻട്രൽ വാട്ടർ കമ്മീഷൻ. ജൂനിയർ എഞ്ചിനീയർ സിവിൽ സെൻട്രൽ വാട്ടർ കമ്മീഷനിലെ വേക്കൻസി ഏകദേശം 99ഓളം ജനറൽ കാറ്റഗറിയിലെ സ്റ്റുഡൻസ് ഫിൽ ആയിട്ടുണ്ട്. അതിൽ ലാസ്റ്റ് കാൻഡിഡേറ്റിന്റെ മാർക്ക് 335.7 ഔട്ട് ഓഫ് 500. 335.7 ആണ് അവിടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. പേപ്പർ 2 കാൻഡിഡേറ്റിന് 224 മാർക്കായിരുന്നു 300-ല്. അപ്പൊ അതേപോലെ അവിടെയും EWS SC ST ഒക്കെ കട്ട് ഓഫ് എല്ലാം എബവ് 300 തന്നെ പോയിട്ടുണ്ട്. എബവ് 300. അപ്പൊ എന്തായാലും 500-ൽ എബവ് 300 ആണ് അവിടെ ഒരു ടോട്ടൽ മാർക്ക് CBT1 CBT2 കൂടെ ചേർത്തുകൊണ്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് മാർക്ക് വന്നിരിക്കുന്നത്. അപ്പൊ 335 ആണ് ജനറൽ കാറ്റഗറിയുടെ ആ ഒരു പോസ്റ്റിലേക്കുള്ള കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ 1ഉം 2ഉം കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ടോട്ടൽ മാർക്കാണ് ഔട്ട് ഓഫ് 500. ഇത് പേപ്പർ 2ന്റെ മാത്രം. പേപ്പർ 2 അതായത് ഔട്ട് ഓഫ് 300. ഓക്കെ. അതേപോലെ ജി ഏതാണ് ഡിപ്പാർട്ട്മെന്റ് കോഡ് പറയുന്നത്? G എന്ന് പറഞ്ഞാൽ ജൂനിയർ എഞ്ചിനീയർ സിവിൽ മിനിസ്ട്രി ഓഫ് ജൽശക്തി അല്ലെ. അപ്പൊ അവിടെ നമുക്ക് വന്നിരിക്കുന്ന ജനറലിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 332. അവിടെ കുറച്ച് വേക്കൻസി ഉള്ളൂ. 24 വേക്കൻസി മാത്രമേ അവിടെ ജനറൽ കാറ്റഗറിയിൽ ഫില്ല് ചെയ്തിട്ടുള്ളൂ. അതേപോലെ ആസ് പെർ റിസർവേഷൻ അനുസരിച്ചും ലിമിറ്റഡ് ആയിട്ടുള്ള വേക്കൻസിയാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഉള്ളത്. കട്ട് ഓഫ് 332 ആണ് ജനറൽ കാറ്റഗറി കട്ട് ഓഫ് കംപ്ലീറ്റ് പേപ്പർ 1 ആൻഡ് 2. പേപ്പർ 2-ന് വന്നത് 212 ആണ്. അതേപോലെ SC ST OBC കറസ്പോണ്ടിങ് ആയിട്ട് എബവ് 300 തന്നെ വന്നിട്ടുണ്ട്. EWS 330 വന്നിട്ടുണ്ട്. SC 305. അതേപോലെ OBC 332. അതായത് ജനറൽ കാറ്റഗറിയുടെ ഏകദേശം സെയിം തന്നെയാണ് OBCക്കും കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ഓക്കെ. അതേപോലെ I എന്ന് പറയുന്ന കോഡ് നമുക്ക് ജൂനിയർ എഞ്ചിനീയർ സിവിൽ ഫരാക്ക ബാരേജ് പ്രോജക്റ്റ് ആണ്. അപ്പൊ അവിടെ നമുക്ക് ഏകദേശം ജനറൽ കാറ്റഗറി 333 ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ പല പോസ്റ്റുകളിലേക്ക് എല്ലാ പോസ്റ്റും ഇപ്പൊ നമ്മൾ 5 പോസ്റ്റ് സിവിൽ എഞ്ചിനീയറിംഗിനെ കറസ്പോണ്ടിങ് ആയിട്ട് വിളിച്ച എല്ലാ പോസ്റ്റുകളും നമ്മൾ കണ്ടു. അപ്പൊ അവിടെ എല്ലാം ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് ഒരു അപ്രോക്സിമേറ്റ് ഒരു 330 റേഞ്ചിൽ തന്നെ വന്നിട്ടുണ്ട് ഔട്ട് ഓഫ് 500. കാരണം നമ്മളിപ്പോ CPW എടുത്ത് നോക്കിയാലും BRO നോക്കിയാലും MES നോക്കിയാലും എവിടെയും എല്ലായിടത്തും ഒരു 330 റേഞ്ചിൽ തന്നെ നമുക്ക് വന്നിട്ടുണ്ട് അല്ലെ. കാരണം 338, അതേപോലെ 346, then 335, then 332, 333,
332 കേട്ടോ. അപ്പൊ എബോവ് 330 തന്നെയാണ് മോസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ സിവിലിന്റെ കേസിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2024 ഇതിനു വേണ്ടി ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് 500 ടോട്ടൽ മാർക്സ് 500 ആണ്. ഇവിടെ നമ്മൾ 330 എബോവ് തന്നെ മിനിമം കരുതരുക. നമ്മളൊരു 350 എങ്കിലും ടാർഗറ്റ് ചെയ്ത് തന്നെ നമ്മൾ പഠിക്കണം. ഇൻക്ലൂഡിംഗ് പേപ്പർ 1 ആൻഡ് 2. പേപ്പർ 1 200 മാർക്സ്, പേപ്പർ 2 300 മാർക്സ്. കമ്പൈൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് ടോട്ടൽ മാർക്ക് ഒരു എബോവ് 350 എങ്കിലും നിന്നാലേ നമുക്കൊരു സേഫ് സോൺ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആസ് പെർ റിസർവേഷൻ ബേസിസിൽ നമുക്ക് അതിന്റെ റിലാക്സേഷൻസ് വരുന്നുണ്ട്. എങ്കിലും വലിയ വേരിയേഷൻസുകൾ കാണുന്നില്ല. OBCയിലോട്ടൊക്കെ പോകുമ്പോൾ ചെറിയ ചെറിയ വേരിയേഷൻസേ ഉള്ളൂ. അപ്പോൾ സേഫ് സോൺ ആയിട്ട് നമ്മൾ എപ്പോഴും അബോവ് 350 എന്നുള്ള മാർക്ക് റേഞ്ച് മാർക്ക് ചെയ്ത് തന്നെ മുന്നോട്ട് പോകും. ഓക്കെ, അപ്പൊ ഇതാണ് സിവിൽ എഞ്ചിനീയറിംഗിന്റെ കേസിൽ നമുക്ക് വരുന്നത്. ഇനി നമുക്കറിയാം മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ഒരൊറ്റ ലിസ്റ്റ് ആയിട്ട് തന്നെയാണ്. കാരണം മെക്കാനിക്കൽ ഇലക്ട്രിക്കലിനെ കമ്പൈൻ ചെയ്ത് തന്നെയാണ് പോകുന്നത് SSC ജൂനിയർ എഞ്ചിനീയർ. അവിടെ ഡിപ്പാർട്ട്മെന്റ് കോഡ് എ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ BRO ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനിലേക്കുള്ളതാണ്. അപ്പൊ അവിടെ നമുക്ക് ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 404 ആണ്. 404 ശ്രദ്ധിക്കുക. ടോട്ടൽ മാർക്സ് ഔട്ട് ഓഫ് 500 ആണ്. ഔട്ട് ഓഫ് 500 പേപ്പർ 1 200, പേപ്പർ 2 300. 500 404 ആണ് ലാസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ആയ കാൻഡിഡേറ്റിന്റെ മാർക്ക്. അതായത് കട്ട് ഓഫ് എന്ന് പറയുന്നത് 404 മാർക്കാണ്. അവിടെ പേപ്പർ 2ന്റെ കട്ട് ഓഫ് ഉണ്ടോ 246 ആണ് 300. അപ്പൊ അത്രയും ഹൈ കട്ട് ഓഫ് ആണ് വന്നിരിക്കുന്നത്. മോസ്റ്റ്ലി നമുക്കറിയാം ആസ് കമ്പയർഡ് ടു സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ കമ്പാരിറ്റീവ്ലി വേക്കൻസി കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കട്ട് ഓഫ് മാത്രമല്ല പേപ്പർ 2 കമ്പാരിറ്റീവ്ലി അത്ര ഡിഫിക്കൽട്ടിലോട്ടൊന്നും പോയില്ല. ഒരുവിധം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാക്സിമം സ്കോർ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു പേപ്പർ തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് എന്ത് ചെയ്തു ഉയർന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഒരു 404 ആയിരുന്നു അവിടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ജനറൽ കട്ട് ഓഫ് വന്നിരുന്നത്. OBC 402, SC ST അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വന്നിട്ടുണ്ട്. EWS 402. ഇതാണ് പേപ്പർ 1 2 കൂടെ കംപ്ലീറ്റ് ചെയ്തുള്ള കട്ട് ഓഫ്. പേപ്പർ 2 മാർക്കിന്റെ കട്ട് ഓഫ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ C ഡിപ്പാർട്ട്മെന്റ് കോഡ് വരുന്നത് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആണ്. സെൻട്രൽ CPW സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാവുന്ന എക്സാം ആയിരുന്നു. അപ്പൊ അവിടെയും നമുക്ക് ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് ഉണ്ടോ 416 ആണ് വന്നിരിക്കുന്നത്. ജനറൽ കാറ്റഗറി ഏകദേശം 74 വേക്കൻസി അവിടെ ഫില്ല് ചെയ്തു. അപ്പൊ 416 ആണ് കട്ട് ഓഫ്. 500 416 മാർക്കാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് ലാസ്റ്റ് സെലക്ട് ചെയ്ത കാൻഡിഡേറ്റിന്റെ. പേപ്പർ 2ന്റെ മാർക്ക് 267 ആണ്. ജനറൽ കാറ്റഗറി ആണ്. അതേപോലെ OBC ആകുമ്പോൾ 413 വന്നിട്ടുണ്ട്. SC ST കറസ്പോണ്ടിങ് ആണ് 374 369 ആ ഒരു രീതിയിൽ പോകുന്നുണ്ട്. അപ്പൊ എങ്ങനെയായാലും എബോവ് 400 നമ്മൾ ജനറൽ കാറ്റഗറിയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് എപ്പോഴും എബോവ് 400 തന്നെയാണ് ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്കും ഉള്ള കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ടോട്ടൽ 500 മാർക്സിൽ 400 എബോവ് ആയിട്ട് 416, അതേപോലെ തന്നെ ഇവിടെ 404. അപ്പോൾ എബോവ് 400 തന്നെയാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. നോട്ട് ചെയ്തേക്കാം. അതേപോലെ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കോഡ് നമുക്ക് മെൻഷൻ ചെയ്തിരിക്കുന്നത് ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ സെൻട്രൽ വാട്ടർ കമ്മീഷൻ. ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ സെൻട്രൽ വാട്ടർ കമ്മീഷൻ. അപ്പൊ അവിടെ ജനറലിന്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 409 ആണ് കേട്ടോ. 409. അതേപോലെ EWS 405, OBC 406, SC ST 380 372. അപ്പൊ അവിടെയും ഏകദേശം 400 എബോവ് തന്നെ കട്ട് ഓഫ് വന്നിട്ടുണ്ട്. മെക്കാനിക്കലിന്റെ കേസ് പേപ്പർ 2 മാർക്ക് നോക്കെ 268 ആണ് ജനറലിന്റെ ലാസ്റ്റ് സെലക്ട് ചെയ്ത കാൻഡിഡേറ്റിന്റെ മാർക്ക് വരുന്നത്. 268 ആണ് ഔട്ട് ഓഫ് 300. അപ്പോൾ മെക്കാനിക്കൽ ഇലക്ട്രിക്കലിന്റെ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. 2024 പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ മെയിൻ ആയിട്ട് ഓർക്കേണ്ടത് 400 എബോവ് പേപ്പർ 1ഉം 2ഉം കൂടെ കമ്പൈൻ ചെയ്ത് വരുന്ന സമയത്ത് 400 മാർക്കിന് മുകളിൽ തന്നെ നമ്മൾ സ്കോർ ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം അവിടെ വേക്കൻസി കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവായതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കൂടുന്നു എന്നുള്ളത് തന്നെയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ 400 ടാർഗറ്റ് ചെയ്ത് തന്നെ നമ്മൾ പഠിക്കണം. രണ്ട് സ്റ്റേജും കൂടെ ചേർത്തുകൊണ്ട്. അപ്പോൾ നമുക്ക് പേപ്പർ 1ൽ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും സ്കോർ ചെയ്യാം. രണ്ടും കൂടെ ക്ലബ് ചെയ്ത് നമുക്ക് എപ്പോഴും എബോവ് 400 റേഞ്ച് തന്നെ വേണം എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ അതേപോലെ H എന്ന് പറയുന്നത് ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ ഫരാക്ക ബരേജ് പ്രോജക്റ്റ് ആണ്. അപ്പൊ അവിടെ നമുക്ക് ജനറൽ കാറ്റഗറി 406 ആണ്. ഇപ്പോൾ 400 തന്നെയാണ് വന്നിരിക്കുന്നത്. പേപ്പർ 2ന്റെ കട്ട് ഓഫ് 272 വന്നു. അതേപോലെ തന്നെ J കോഡ് വന്നിരിക്കുന്നത് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ MES മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ് ആണ്. അപ്പൊ അവിടെയും നമുക്ക് ജനറലിന്റെ കാറ്റഗറി 414 ആണ് കേട്ടോ. OBC എന്ന് പറയുന്നത് 412. അവിടെയൊക്കെ വേക്കൻസികൾ വളരെ കുറവാണ് ഫില്ലായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എബോവ് 400 കട്ട് ഓഫ് വന്നിട്ടുണ്ട് എന്നുള്ളത് നോട്ട് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിവിൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും സിവിലിന്റെ ജൂനിയർ എഞ്ചിനീയർ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ഡിപ്പാർട്ട്മെന്റിലുള്ള പോസ്റ്റുകൾക്കും നമുക്ക് ഒരു ജനറൽ കാറ്റഗറിയിൽ നിന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എബോവ് 350 മാർക്ക് ടാർഗറ്റ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കണം. കാരണം വന്നിരിക്കുന്ന 2023 വന്നിരിക്കുന്ന കട്ട് ഓഫ് അനുസരിച്ച് മിക്ക പോസ്റ്റുകളിലേക്കുമുള്ള കട്ട് ഓഫ് 330 to 350 റേഞ്ചിലാണ് ജനറൽ കാറ്റഗറി കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പേപ്പർ 1ഉം പേപ്പർ 2ഉം കമ്പയർ ചെയ്തുകൊണ്ട് എബോവ് 350 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ടാർഗറ്റ് ചെയ്ത് പഠിക്കുക. ഇനി ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ
പോസ്റ്റിലേക്ക് നമുക്കറിയാം SSC JEE റിലേറ്റ് ചെയ്തുള്ള എക്സാമുകൾക്ക് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ റിലേറ്റ് ചെയ്തുള്ള പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ 2023 ബേസിസിൽ കട്ട് ഓഫ് വന്നിരിക്കുന്നത് അബവ് 4 ആണ്. 415 റേഞ്ചിലും 415 റേഞ്ചിലാണ് നമുക്ക് ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് ഔട്ട് ഓഫ് 500 വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 2024 നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഈ ഒരു റേഞ്ചിൽ തന്നെ നമുക്ക് കട്ട് ഓഫുകൾ പേപ്പർ 1ഉം 2ഉം ക്ലബ് ചെയ്ത് തന്നെ പ്രതീക്ഷിക്കാം. സോ പ്രിപ്പറേഷൻ ആ ഒരു ലെവലിൽ തന്നെ നിങ്ങൾ കൊണ്ടുപോകുക, മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ. കാരണം പേപ്പർ 2 ഒബ്ജക്റ്റീവ് ആക്കിയത് കൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കൂടുതലാണ്. കാരണം പേപ്പർ 1ൽ നമ്മൾ പഠിക്കുന്ന അതേ കണ്ടന്റുകൾ തന്നെ ഒരു ഹൈ ലെവൽ ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ പേപ്പർ 2ലേക്ക് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലേ. കാരണം നമ്മുടെ മോഡൽ പ്രിപ്പറേഷൻ തീം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കട്ട് ഓഫ് ഇത്രയും ഹൈ വന്നത്. അപ്പൊ അത് മനസ്സിലാക്കിയപ്പോൾ നമുക്ക് 2024 ഓൾറെഡി കലണ്ടർ വന്നു. ഫെബ്രുവരി എൻഡോടുകൂടി നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. മാർച്ച് എൻഡ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. CBT 1ന്റെ എക്സാം ഡേറ്റ് ഓൾറെഡി പബ്ലിഷ് ചെയ്തു. ജൂൺ ഫസ്റ്റ് വീക്കിലാണ് CBT 1ന്റെ എക്സാം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഏകദേശം ഒരു മിനിമം 5 to 6 മന്ത്സ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നമുക്ക് 2023 റിസൾട്ട് ഓരോ പോസ്റ്റിലേക്കുമുള്ള കട്ട് ഓഫ് ഏകദേശം മിനിമം മാർക്ക് നമുക്ക് ഒരു ഐഡിയ നമുക്ക് കിട്ടി. അപ്പോൾ ഇതൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു ഫൈനൽ മാർക്ക് നമുക്കിപ്പോൾ സിവിലിന്റെ കേസ് ആണെങ്കിലും മെക്കാനിക്കൽ ഇലക്ട്രിക്കലിന്റെ കേസ് ആണെങ്കിലും നമുക്ക് മിനിമം ആ ഒരു പോസ്റ്റിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു മിനിമം മാർക്ക് 2023 ഈ ഒരു റേഞ്ച് വേണമെന്നതിനെ പറ്റി ഒരു ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് കിട്ടി. സോ അത് ആ ഒരു കാര്യവും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ 2024 നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകും. ഓക്കെ, സോ എൻട്രിയിൽ ഓൾറെഡി SSC JEE 2024 കോഴ്സ് ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഗോൾഡ് ബാച്ചിന്റെ ക്ലാസ്സുകളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എൻട്രിയോടൊപ്പം ചേർന്ന് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് SSC JEE 2024 എന്ന് പറയുന്ന കോഴ്സിലേക്ക് അഡ്മിഷൻ എടുത്ത് എൻട്രിയോടൊപ്പം ചേർന്ന് തന്നെ നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് പോകാം. സോ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതർവൈസ് താഴെയുള്ള ഗൂഗിൾ ഫോം ഫിൽ ചെയ്തിരുന്നാൽ അക്കാഡമിക് കൗൺസിലറുകളുമായി കോൺടാക്ട് ചെയ്ത് SSC JEE കോഴ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. നമുക്ക് അടുത്ത ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ താങ്ക് യു, ടേക്ക് കെയർ.